വില ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല കാശുകാരായി. കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മുടെ സുഹൃത്ത് റഹീമുണ്ട് നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ഇവിടെ പഴം ഹാർവെസ്റ്റ് ചെയ്യുന്നത് കണ്ടത്. റഹീമേ, ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ കൊല വെട്ടിക്കൊണ്ടുപോകണല്ലേ കണ്ടുള്ളൂ. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു കട്ടിങ് കാര്യങ്ങൾ ബോക്സ് കട്ടിംഗ് എന്ന് പറയും. അതായത് എക്സ്പോർട്ടിങ്ങിനുള്ളതാണ്. ഇവിടുന്ന് നേരെ ഏതെങ്കിലും എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ മറ്റേ കൊലവെട്ടിനേക്കാളും 3 ഉറുപ്പിക ഇതിന് കൂടുതൽ കിട്ടും. നല്ല കൊലകളാ. 55, 3 കൊല 55 കിലോ ഉണ്ടല്ലേ. അപ്പോൾ ഏകദേശം 18 കിലോന്റെ മേലെ കിട്ടിയിരിക്കില്ല ഒരു കൊല അല്ലേ. ഇത് വില ഉണ്ടെങ്കിൽ നല്ലൊരു കാശ് കിട്ടുന്ന സമയമാണ്. കാരണം ഇപ്പൊ ഇതിൽ ഏകദേശം ഒരു 5 ടണ്ണിന് മേലെ കയറും ഈ വണ്ടിയിലല്ലേ. ഇപ്പൊ തോട്ടത്തിൽ നിന്ന് കർഷകന് കൊടുക്കുമ്പോ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. കർഷകർക്ക് ഇപ്പോൾ ഇതിൽ 18 ഉറുപ്പിക കിട്ടും കിലോക്ക്. രണ്ട് രീതിക്ക് കൊടുക്കുകയാണെങ്കിലും മറ്റേ നോർമലി ഇതിനേക്കാളും 3 ഉറുപ്പിക കുറയും. ഇത് ബോക്സ് എക്സ്പോർട്ടിങ്ങിനാകുമ്പോൾ കുറച്ചും കൂടി വലിയ കായ, നല്ല കായകളും. അപ്പോൾ അതിന് 3 ഉറുപ്പിക കൂടുതൽ കിട്ടും അല്ലേ. അപ്പൊ സാധാ വെട്ടിനാണെങ്കിൽ കുറഞ്ഞു കിട്ടും, ഇതിന് കൂടുതൽ കിട്ടും. പൊതുവെ നേന്ത്ര വില കുറവാണ്. അപ്പൊ ഇവിടുന്ന് ഇല സൈസ് ആക്കിയിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കായ ഇത് കളർ വീഴാതിരിക്കാനേ സേഫായിട്ട് പഴം പാക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ബോക്സ് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നാണ് പാക്കിങ് നടക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യുമോ? അത് നേരെ എയർപോർട്ടിൽ പോവുക, കമ്പനി പോയിട്ട് അത് ഔട്ട് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ അവിടെ ഇവർ ഇവിടുന്ന് ബോക്സ് ആക്കിയിട്ട് കയറ്റി മാത്രമേ ചെയ്യുന്നുണ്ടാവും. അവിടെ പിന്നെ നേരെ അത് എയർപോർട്ടിൽ പോകും. നല്ല പാക്ക് ചെയ്തിട്ട്. അണ്ണാ ഇത് ഈ ജമീന് ಎಷ್ಟು ಎಕರೆ ಎಷ್ಟು ಬಾಳ വെച്ച് 2400 2 എക്കറെ 2.5 എക്കറെ ഭತ್ತ. വില ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല കാശുകാരായി. ഏകദേശം 1 ഏക്കർ വാഴ വെക്കും. ഈ വാഴ കൃഷി നിരന്ന സ്ഥലം ആയതുകൊണ്ട് ഇവിടെ ഒരു ഏക്കറിൽ 1200 വരെ പോകുന്നുണ്ട്. 1200 എങ്ങനെയുണ്ട്? ലാഭാണോ? ലാഭമാണ്. വില ഉണ്ടെങ്കിൽ ഒരു 25 ഉറുപ്പിക കിട്ടണം. എന്നാ ലാഭം അല്ലേ? ലാഭം നേന്ത്രവാഴ. ഇതോ 18 വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ. അവർക്കൊരു 50,000 ഉറുപ്പിക ലാഭം പ്രാവശ്യം. ഒരു ഏക്കറിന് 50,000 60,000 ലാഭം കിട്ടുള്ളൂ. ആ റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലേ. വില അത്രയും കുറഞ്ഞില്ലേ. 25 കിട്ടുമായിരുന്നെങ്കിൽ ഏകദേശം ഒരു ഏക്കറിന് 1.5 ലക്ഷം ഉറുപ്പിക ബാക്കിയായിരുന്നു. ഒരു കൊല്ലത്തോളം ടൈം കാത്തിക്കണ്ടേ. അതാണ് വാഴക്ക് പ്രാവശ്യം നല്ല വില ഇടിഞ്ഞു. നേന്ത്രം കിട്ടോ. അതേസമയം 4 നല്ല വില കയറി. 45-50 ലക്കാണല്ലേ കൃഷി അല്ലെങ്കിൽ ലോട്ടറി എടുക്കണ പോലെ കിട്ടി പോയി. പിന്നെ കാലാവസ്ഥ വേറെ. ഇവിടെ കാലാവസ്ഥ കൊണ്ടൊക്കെ ഏകദേശം ഓക്കെയാണ്. വില കൊണ്ടാണ് നമുക്ക് പിടിച്ചിക്കാൻ പറ്റിയ കൃഷി ലാഭം. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.